ഇന്ത്യ പാക് സംഘർഷ സമയത്തുണ്ടായ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചില നിർണായക വെളിപ്പെടുത്തൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അമേരിക്ക. ഒന്നും രണ്ടുമല്ല, 50-ലധികം തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടാൻ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും രേഖകളും അതിപ്പോൾ അമേരിക്കയുടെ വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഫയൽ ചെയ്ത രേഖകളിൽ നിന്നും അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ അമേരിക്ക വീണ്ടും പാകിസ്ഥാനെ വെട്ടിലാക്കുകയാണ് എന്ന സത്യമാണിപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ലോകത്തോട് വിളിച്ചു പോവുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ഇന്ത്യയെ തകർക്കാൻ അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ ലോബിയിങ് നടത്തുന്നതായി തന്നെ, അതിനായി തന്നെ കോടികൾ ചിലവഴിച്ചതായും അമേരിക്ക തന്നെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഇതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വീണിട്ടുണ്ട് എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ ആ സഹായത്തിന് പ്രതിഫലമായി തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ, പ്രത്യേക പ്രവേശനം, നിർണായക ധാതുക്കളും പാകിസ്ഥാൻ US വാഗ്ദാനം ചെയ്തിട്ടുള്ള രേഖകളും ഇതിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ എല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാം, അസീം മുനീറിന്റെ US സന്ദർശനം വെറുതെ ആയിരുന്നില്ല, എന്നാൽ മറ്റു പല ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നത്. അതേപോലെ തന്നെ പാക് അനുകൂല നിയമ സ്ഥാപനമായ സ്ക്വയർ പാറ്റേൺ ബോക്സിന്റെ ആ പട്ടിക പ്രകാരം തന്നെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞനും പ്രതിരോധ ഉദ്യോഗസ്ഥരും ഇമെയിലുകൾ വഴിയും ഫോൺ കോളുകൾ വഴിയും 50-ലധികം തവണ US അധികൃതരെ തന്നെ സമീപിച്ചിരിക്കുന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ അവിടെ ഇടനിലക്കാരുമായും തന്നെ US മാധ്യമങ്ങളുമായും നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യപ്പെട്ടു എന്നതാണ് ഈ രേഖയിൽ പറയുന്നത്. ഇന്ത്യയെ സംഭാഷണത്തിന് പ്രേരിപ്പിക്കുവാനും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുവാനും US പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരുന്നതായും US മധ്യസ്ഥതയെ സ്വാഗതം ചെയ്യുന്നുവെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ നിർത്തിവെച്ചതായി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാകിസ്ഥാൻ ലോബിയിങ്ങിന് ചിലവഴിക്കുന്ന തുക ഗണ്യമായി വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ രേഖകളടക്കം വെളിപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നത്. മധ്യസ്ഥത വഹിക്കാനുള്ള അമേരിക്കയുടെ താൽപര്യം പാകിസ്ഥാൻ സ്വാഗതം ചെയ്യുന്നു എന്നതായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞതായി തന്നെ രേഖകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ അമേരിക്കയുടെ സഹായം സ്വാഗതാർഹമായിരിക്കും. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സിന്ധു നദീജല കരാർ, ഇരു രാജ്യങ്ങളും അവിടെ വിഭജിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇന്ത്യയുമായി തന്നെ ചർച്ച നടത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ പ്രാദേശിക ഭീകരവാദ വിരുദ്ധ സഹകരണത്തിൽ അമേരിക്കയും ഉൾക്കൊള്ളിക്കണം. ഇത് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ സ്ഥിരീകരിക്കാവുന്ന കരാറുകളിൽ എത്താൻ ഒരു മൂന്നാം കക്ഷിക്ക് സഹായിക്കാൻ കഴിയുമെന്നതാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നതായി തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജമ്മു കാശ്മീർ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ച സന്നദ്ധതയെ പാകിസ്ഥാൻ ഇവിടെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം US ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചുള്ള ഒരു രേഖയും പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തുവിട്ടതായി തന്നെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.